പ്രശസ്ത തവിൽ വിദ്വാൻ ആലപ്പുഴ എസ് വിജയകുമാറിന് സുവർണമുദ്ര സമർപ്പിച്ചു. ചലച്ചിത്ര താരം പത്മശ്രീ ഭരത് സുരേഷ് ഗോപി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം. SD എന്ന് പറയുന്ന വലിയ സമ്പ്രദായത്തിൻ്റെ സ്ഥാപനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നെ അമ്മ പ്രസവിക്കാൻ പോകുന്ന SD കോളേജിൻ്റെ പരീക്ഷാ ഹാളിൽ നിന്ന് ഏറ്റവും അവസാനത്തെ ഡിഗ്രിയുടെ ഫസ്റ്റ് ഇയർ ഡിഗ്രിയുടെ ഏറ്റവും അവസാനത്തെ പേപ്പർ എഴുതി കഴിഞ്ഞാണ് ആശുപത്രിയിലേക്ക് പ്രസവിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ അമ്മ ആ 3 വർഷവും പഠിച്ചിരുന്നതും SD കോളേജിലായിരുന്നു. അപ്പോൾ ഈ വേദി എന്ന് പറയുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ആ മണ്ണിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഉച്ചഭാഷിണിയിലൂടെ സംസാരിക്കുന്നതും എൻ്റെ ഹൃദയത്തിലെ ഇപ്പോൾ നിലകൊള്ളുന്ന ഒരു വികാരം ഞാൻ പ്രകടിപ്പിക്കുന്നത്. ഇത് വലിയ ഭാഗ്യമല്ലേ അല്ലേ? 58-ൽ ജനിച്ച് 24-ൽ 65-ാം വയസ്സിലാണ് എനിക്ക് അതിന് അവസരം ലഭിച്ചിരിക്കുന്നത്. അത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഞാനിവിടെ പറഞ്ഞിരുന്നു, കുട്ടേട്ടനും പിന്നെ എൻ്റെ ഭാര്യയ്ക്കും അവളുടെ അച്ഛനും അവളുടെ കുടുംബത്തിനും പൊന്നമ്മ മുത്തശ്ശി അടക്കമുള്ളവർക്ക് ഏറ്റവും പ്രിയങ്കരനായ വ്യക്തിയാണ് ശ്രീ തിരുവിഴ ജയശങ്കർ. എൻ്റെ വിവാഹത്തിന് നാദസ്വര കച്ചേരി അന്ന് വായിച്ചത് ജയശങ്കർ മാമനാണ്. ആ കല്യാണത്തിന് കൃത്യം ഏതാണ്ട് 9 മാസം മുമ്പ് ദിവംഗതനായ എൻ്റെ അമ്മായിയച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാഗം എപ്പോൾ ജയശങ്കർ മാമനെ കൈ കിട്ടിയാലും, എപ്പോൾ ദാസേട്ടനെ കൈ കിട്ടിയാലും, എപ്പോൾ MG രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സംഗീതജ്ഞനെ കൈ കിട്ടിയാലും, മറ്റേത് പാട്ട് പാടുന്ന ഇല്ലെങ്കിൽ സംഗീതവുമായി ബന്ധപ്പെട്ട ആരെ കിട്ടിയാലും കാപ്പി രാഗത്തിലാണ് അദ്ദേഹം ശ്രവണ സൗഖ്യം കണ്ടെത്തിയിരുന്നത്. അത് ഹൃദയ സൗഖ്യമായിട്ട് എടുത്തിരുന്നു. 5 പതിറ്റാണ്ടായി തവിൽ വാദനത്തിൽ ശ്രദ്ധേയനായ ആലപ്പുഴ വിജയകുമാറിന് കലാസ്നേഹികളും ശിഷ്യഗണങ്ങളും ചേർന്നാണ് സുവർണമുദ്ര സമർപ്പിച്ചത്. നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ സുവർണമുദ്ര സമർപ്പണം നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി വിജയകുമാറിന്റെ നേതൃത്വത്തിൽ 100-ൽ പരം തവിൽ കലാകാരന്മാർ അണിനിരുന്ന തവിൽ സംഗമം നടന്നു. വിജയകുമാർ എഴുതി തയ്യാറാക്കിയ തമിഴ്നാദം എന്ന തവിൽ പഠന സഹായിയുടെ 1-ാം പതിപ്പും സമ്മേളനത്തിൽ പ്രകാശനം ചെയ്തു.